പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കൂട്ടുകാർ, ഇതാണ് പാഷൻ ഫ്രൂട്ട് വെച്ചുണ്ടാക്കിയെടുത്ത ഹലുവ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പാഷൻ ഫ്രൂട്ട് ഹലുവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ആരും തന്നെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ പാഷൻ ഫ്രൂട്ട് ഹലുവ ഉണ്ടാക്കുവാൻ വേണ്ടി ഏകദേശം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് പാഷൻ ഫ്രൂട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു 7 പാഷൻ ഫ്രൂട്ടുണ്ട്. അപ്പോൾ ഓരോ പാഷൻ ഫ്രൂട്ടും ഇതുപോലെ കട്ട് ചെയ്ത് അതിനകത്തെ ആ ഒരു ജെല്ലി ആയിട്ടുള്ളൊരു ഭാഗം നമ്മളിവിടെ ഒരു സ്പൂൺ കൊണ്ട് ഒരു പാത്രത്തിലേക്ക് വടിച്ചെടുത്ത് മാറ്റുകയാണ്. നമ്മളിന്നിവിടെ പാഷൻ ഫ്രൂട്ട് ഹലുവ ഉണ്ടാക്കുവാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കോൺഫ്ലവറാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം കോൺഫ്ലവർ ഇത് മേക്ക് ചെയ്യുവാൻ വേണ്ടി, അതായത് ഹലുവ മേക്ക് ചെയ്യുവാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലവർ എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് കുറച്ച് വെള്ളമായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കേണ്ടതുണ്ട്, ഒന്ന് ഇളക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പം ഈ 100 ഗ്രാം കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുടഞ്ഞിട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിക്കായി പോകാൻ പാടില്ല, ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ആ ഒരു അനുപാതത്തിൽ കുറച്ച് വെള്ളം എടുത്ത വെള്ളത്തിനകത്ത് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം, അതാണ് 100 ഗ്രാമിന് 1.5 കപ്പ് വെള്ളത്തിൽ താഴെ എടുത്തിട്ട്, ഇതൊരു ചെറിയ കപ്പ് കേട്ടോ, എടുത്തിട്ട് ഇതുപോലെ തന്നെ അരിയിച്ചെടുക്കുക. നന്നായിട്ട് കെട്ടാതെ, അതായത് അതിനകത്ത് നല്ല രീതിയിൽ ലൂസാക്കിയിട്ട്, എന്നാൽ ഒരുപാട് ലൂസാകാതെ അരിയിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു പാഷൻ ഫ്രൂട്ട് അതിനകത്തൊരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കണം. കാരണം അതിനകത്ത് ഇതിൻ്റെ തൊലികൾ, അതിനെന്തെങ്കിലും പാടകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് അതിനകത്തുനിന്ന് മാറ്റേണ്ടതുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക് ഇളക്കി കഴിയുമ്പോൾ മുകളിലേക്ക് അത് പൊങ്ങി വരും. അപ്പോൾ ഇനിയും നമ്മൾ ഹലുവ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്, ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ അലുമിനിയത്തിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഹലുവയുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി നമുക്ക് ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ട് ഒരു 1/2 സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ച് ആ പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് അതിനകത്ത് ചേർക്കണം. കാരണം മധുരം വേണമല്ലോ, നല്ല മധുരം വേണം ഇതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം മധുരം വേണോ അത്രത്തോളം മധുരം അനുസരിച്ച് ചേർക്കുക. കാരണം പാഷൻ ഫ്രൂട്ടിൻ്റെ പുളിക്കനുസരിച്ച് ഒരുപാട് പുളിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ഇനത്തിൽപ്പെട്ട പാഷൻ ഫ്രൂട്ടിനും അതിൻ്റെ ഒരു പുളി, ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അതനുസരിച്ച് തന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര അതിലേക്ക് ചേർക്കുക. അപ്പം ഞാൻ എന്നിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഈ പാഷൻ ഫ്രൂട്ട്, നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു പാഷൻ ഫ്രൂട്ട് ജെല്ലി, അത് നമുക്കിതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിപ്പോൾ അത് ഇളക്കിയതിന് ശേഷം തന്നെ അതിനകത്തേക്ക് ഒരു സ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ ഒരു ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ മധുരം എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പം എനിക്കിവിടെ ഞാൻ നോക്കിയപ്പം എനിക്ക് കുറച്ച് മധുരം ഇതിനകത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് വീണ്ടും ചേർത്തു. പിന്നെ അതിനുശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പഞ്ചസാരയൊക്കെ സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലവർ, ആ ഒരു കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഉണ്ടല്ലോ, വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത്, ആ ഒരു കോൺഫ്ലവർ എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. അപ്പം ഇനി നമുക്കിതിലേക്കൊരു 1.5 സ്പൂണ്, അതായത് 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുക. നെയ്യ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതായത് ഇടമുറിയാതെ, അതായത് ഒട്ടും നിർത്താൻ പാടില്ല. വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കുക. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടിയായിട്ട് പോകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുക. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിയായി പോകും. അങ്ങനെ കട്ടിയായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഒരു പരമാവധി മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കണ്ടോ, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ, മാക്സിമം ഒരു 5-6 മിനിറ്റ് എടുത്തുള്ളൂ. അതിനുള്ളിൽ തന്നെ ഇവിടെ ഹലുവ നല്ല രീതിയിൽ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പം അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമുക്കിത് കട്ടിയായി വരുന്നതനുസരിച്ച് തന്നെ ബാക്കിയുള്ള നെയ്യും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഹലുവ ഏകദേശം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി ഒരു പാത്രം, ചെറിയൊരു പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ഹലുവ നമുക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനിവിടെ പാത്രത്തിലേക്ക് നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് ഈ ഒരു ഹലുവ ഈ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. പിന്നെ നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് ഇതിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ചെറിയൊരു സ്പൂണ് കൊണ്ട് ഇതിൻ്റെ ആ ഒരു ലെവൽ ചെയ്ത് കൊടുക്കണം. ആ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ആ തവി കൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ പാത്രത്തിലേക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത്
ജസ്റ്റ് ഇതൊന്ന് ആറിക്കഴിയുമ്പം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഈ പാത്രത്തിനകത്ത് നിന്ന് കട്ടിയാകും. ജസ്റ്റ് ഒന്ന് ഒരു 10 അല്ലെ 15 മിനിറ്റിന് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ ഇത് നല്ല കട്ടിയായിട്ട് നല്ല സെറ്റായിട്ട് വരും. ഏകദേശം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഹലുവയൊക്കെ നല്ല രീതിയിൽ തണുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഹലുവ ടേസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ടേസ്റ്റ് ചെയ്യണം. എങ്ങനെയുണ്ട്? മധുരം എങ്ങനെയുണ്ട്? ആണോ? ഹലുവയുടെ ടേസ്റ്റ് ഉണ്ടോ? ചെറുതായിട്ടേ ഉള്ളൂ. മധുരം ഉണ്ടോ? ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ പാഷൻ ഫ്രൂട്ടൊക്കെ ഉള്ള ആൾക്കാർ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.